Hello everyone, welcome to our next class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി അക്കൗണ്ട്സിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനിയെ കുറിച്ചിട്ടാണ്. അതായത് ഇതിന് തൊട്ട് മുന്നത്തെ രണ്ട് ക്ലാസ്സസിൽ നമ്മൾ കമ്പനി അക്കൗണ്ട്സിൻ്റെ കുറിച്ചിട്ടുള്ള കമ്പനി എന്താണെന്നും കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിനെ കുറിച്ചിട്ടും നമ്മളിതിന് തൊട്ട് മുന്നേയുള്ള രണ്ട് വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. അപ്പം ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി മീൻസ്, നമുക്കറിയാം നമ്മളൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ഇനി അതല്ല ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്, ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഈസ് നെസസറി. നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സ്വന്തമായിട്ട് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റൈസ് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം കമ്പനി എന്തൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനി ഷുഡ് കളക്ട്, കമ്പനി എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. എന്ത്, ക്യാപിറ്റൽ എമൗണ്ട് കളക്ട് ചെയ്യണം ഫ്രം പേഴ്സൺസ്, ഫ്രം സെവറൽ പേഴ്സൺസ്. പല ആളുകളുടെ കയ്യിൽ നിന്നായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കമ്പനി ക്യാപിറ്റൽ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഷെയർ ക്യാപിറ്റൽ. അതായത് കമ്പനി പല ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മൾ എന്തെന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ കളക്ട് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽസ് വാങ്ങുന്നത്, ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽസ് എല്ലാം വാങ്ങുന്നത്, ആരുടെയൊക്കെ കയ്യിൽ നിന്നാണോ നമ്മൾ ഈ ക്യാപിറ്റൽസൊക്കെ വാങ്ങുന്നത്, അങ്ങനെ വാങ്ങുന്ന ആളുകളെ, ആ പേഴ്സൺസിനെ, ആ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ. എന്താ വിളിക്കുന്നത്, ഷെയർ ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓരോരുത്തരുടെയും ഷെയർ ക്യാപിറ്റൽ. ഓരോരുത്തരുടെയും ഷെയർ ക്യാപിറ്റൽ എമൗണ്ട്. ഓക്കെ, അപ്പം ഓരോരുത്തരുടെയും ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് ഷെയർസ് എന്നാണ്. എന്താണ്, ഷെയർസ്. അതായത് ഈ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ യൂണിറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനിക്ക് വേണ്ട ക്യാപിറ്റൽ 1 lakh rupees ആണെങ്കിൽ, 1 lakh rupees ആണ് ടോട്ടൽ കമ്പനിക്ക് വേണ്ട ക്യാപിറ്റൽ എങ്കിൽ, ഈ ക്യാപിറ്റലിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യും, വിഭജിക്കും. അതായത് ഫോർ 1 lakh rupeesനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, 10 രൂപയുടെ യൂണിറ്റുകളാക്കി മാറ്റുകയാണ്. 10 രൂപയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആക്കി മാറ്റുകയാണെങ്കിൽ എത്ര ടോട്ടൽ യൂണിറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ പീസസ് ഉണ്ടാവും? 10,000 പീസസ് ഉണ്ടാവും. അതായത് 10,000 പീസസ്, ഒരു പീസിൻ്റെ വില എത്ര, 10 രൂപ.
സോ ദാറ്റ് മീൻസ് ടോട്ടൽ എത്രയായി 1 lakh rupees. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 1 ലക്ഷം രൂപയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് പീസസ് ആക്കി മാറ്റും. അതായത് നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കേക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ പീസസ് ആക്കി എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ ഈ ടോട്ടൽ കേക്കിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, ക്യാപിറ്റൽ എന്നും, ഓരോ പീസിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഷെയർ എന്നും, ഓരോ പീസ് എടുക്കുന്ന വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഷെയർ ഹോൾഡർ എന്നും. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് ഷെയർ ക്യാപിറ്റൽ. ഇനി ദീസ് ഷെയർസ് മേ ബി ആർ ഓഫ് 2 types. 2 രീതിയിലുള്ള ഷെയറുകളുണ്ട്. അതായത് ഷെയർ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്, 2 രീതിയിലായിട്ടാണ് ഷെയർസ് വരുന്നത്. മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്ന് ഇക്വിറ്റി ഷെയറും മറ്റൊന്ന് പ്രിഫറൻസ് ഷെയറുമാണ്. ഒന്ന് ഇക്വിറ്റി ഷെയറും മറ്റൊന്ന് പ്രിഫറൻസ് ഷെയറുമാണ്. ഓക്കെ, സോ കമ്മിങ് ടു ദ പോയിന്റ്, ഇക്വിറ്റി ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഇക്വിറ്റി ഷെയർ? സോ നമ്മൾ പറഞ്ഞു ഇക്വിറ്റി ഷെയർ. സോ ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഷെയർസ് വിച്ച് വിൽ നോട്ട് ഹാവ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. യാതൊരു രീതിയിലുമുള്ള പ്രിഫറൻഷ്യൽ റൈറ്റുകൾ ഇല്ലാത്ത ഷെയർസിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇക്വിറ്റി ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം, അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഒരു ഇക്വിറ്റി ഷെയർ എന്ന് വെച്ചാൽ ഈസ് വിച്ച് നോട്ട് എ പ്രിഫറൻസ് ഷെയർ. സോ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ആൻഡ് ഇക്വിറ്റി ഷെയർ is a share which is not a preference share. പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഏത് ഷെയർ ആണോ ആ ഷെയർ നമ്മൾ എന്തെന്ന് പറയും, ഇക്വിറ്റി ഷെയർ എന്നാണ് വിളിക്കുന്നത്. ഇത് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1956. ഓക്കെ, ഇനി ഇനി അതർ വേർഡ്സ്, മറ്റു രീതിയിൽ പറയുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു പ്രിഫറൻഷ്യൽ റൈറ്റുകൾ. മനസ്സിലാക്കുക, പ്രിഫറൻഷ്യൽ റൈറ്റുകൾ എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, എൻജോയ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ പ്രിഫറൻഷ്യൽ റൈറ്റ്സ്? അതായത് നമ്മൾ ഒരു ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചോളം, അതായത് ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം, ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇക്വിറ്റി ഷെയറോ, ഓക്കെ, ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യുന്നു, കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഒരു പേഴ്സൺ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് സേ ഫോർ പേഴ്സൺ എന്ത് ചെയ്യും, കമ്പനിക്ക് ക്യാഷ് കൊടുക്കും, കൺസിഡറേഷൻ കൊടുക്കും. ആ കൺസിഡറേഷൻ എന്ന് പറയുന്നത് സേ ഫോർ ഒരു 100 rupees ആണ് വിചാരിച്ചു. കൺസിഡറേഷൻ എന്ന് പറയുന്നത് 100 rupees ആണ്. അതായത് ഒരു ഷെയറിൻ്റെ വില 100 rupees ആണ്. അപ്പോൾ 100 rupees കൊടുത്തിട്ട് ഒരു പേഴ്സൺ ഇക്വിറ്റി ഷെയർ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്താണോ പർച്ചേസ് ചെയ്ത ഇക്വിറ്റി ഷെയർ, ആ ഇക്വിറ്റി ഷെയറിന് ഭാവിയിൽ ഇൻ റിട്ടേൺ കമ്പനി എന്തുകൂടി കൊടുക്കണം, അതിൻ്റെ ഡിവിഡൻഡ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഈ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആണ് ആർക്കില്ലാത്തത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്
ഇല്ലാത്തത്, അതായത് ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യുന്ന ഒരു പേഴ്സണിന് ഇല്ലാത്തത്. വിച്ച് മീൻസ് ദാറ്റ് പേഴ്സൺ വിൽ നോട്ട് ഹാവ്, അതായത് ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ആളെ സംബന്ധിച്ചോളം എന്ത് ഉണ്ടായിരിക്കുന്നല്ല, ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, അതായത് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അതല്ല, ഓർ റീപേയ്മെൻറ്റ്. എന്തിൻ്റെ റീപേയ്മെൻ്റ് ആണ്? ഓഫ് ക്യാപിറ്റൽ. റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ ഒരു കാര്യം ഷുവറല്ല, അതായത് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിഫറൻഷ്യൽ അല്ലെങ്കിൽ റൈറ്റ്സുകളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ടാവുന്നതല്ല. ദാറ്റ് മീൻസ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഉണ്ടല്ലോ, പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് പേ ഓഫ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻഡ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് എന്ത് ചെയ്തു? പേ ഓഫ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് only the payment of equity share, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഡിവിഡൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ആരുടേത് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റേത് കൊടുക്കണം. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റേത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് റേറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് റേറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിലോ അവരുടെ ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് ആയിരിക്കില്ല. അത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? മാറി മറിയാം. ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ വാരിയിങ് ഡിവിഡൻഡ് റേറ്റാണ്. ഇനി ഇതൊന്നും പോരാതെ ഇവരുടെ ക്യാപിറ്റൽ എമൗണ്ട്, അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ ക്യാപിറ്റൽ എമൗണ്ട്, അതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുള്ളൂ? പേയ്മെൻറ്റ് നടത്തുകയുള്ളൂ. ഓക്കെ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇക്വിറ്റി ഷെയർസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് മാത്രം എന്ത് കിട്ടുള്ളൂ? വോട്ടിംഗ് റൈറ്റ്. എന്ത് കിട്ടുള്ളൂ? വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുകയുള്ളൂ. അതായത് കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമേ വരുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ അറൈസ് ചെയ്യുന്നുള്ളൂ. അത് പ്രിഫറൻസ് ഷെയർസിന് കിട്ടുന്നതായിരിക്കില്ല. സോ ദീസ് ആർ ദ ഡിഫറൻസ്, ഓർ ദിസ് ഈസ് നോൺ ആസ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. Okay, according to Section 85 of the Companies Act, equity share is not a preference share or which do not enjoy any preferential right. എന്തൊക്കെയാണ് preferential right നോക്കാം. Dividend on equity is paid after the payment of preference share. Preference ഷെയറിൻ്റെ പേയ്മെൻറ്റ് കടത്തിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ. No fixed rate. Dividend rate ഫിക്സഡ് അല്ല. Varies according to the profit earned by the company. കമ്പനി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഇനി അറ്റ് ദ ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് പെയ്ഡ് അറ്റ് ലാസ്റ്റ്, അതായത് ക്യാപിറ്റൽ ഇറ്റ് ലാസ്റ്റ് ഇവർക്ക് കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഫുൾ വോട്ടിംഗ് റൈറ്റ്. ഫുൾ വോട്ടിംഗ് റൈറ്റ് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇനി കമ്മിങ് ടു പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിനെ സംബന്ധിച്ചോളം പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് എൻജോയ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. പ്രിഫറൻഷ്യൽ റൈറ്റുകൾ ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് റൈറ്റ്, അതായത് അവരുടെ ഷെയർ ഓഫ് ഡിവിഡൻഡ് കമ്പൾസറി ആയിരിക്കും. അതേപോലെ തന്നെ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ഫിക്സഡ് ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ഇപ്പം കമ്പനി പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഡിവിഡൻഡ് എമൗണ്ട് എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പീരീഡ് ആണെങ്കിൽ ആ വൈൻഡിങ് അപ്പ് പീരീഡിൻ്റെ സമയത്ത് ആദ്യം നോക്കുന്നത് ആരെയായിരിക്കും?
പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനെ ആയിരിക്കും. നോർമലി ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ കുറവും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം അവർക്ക് എപ്പോഴും എന്ത് കൊടുക്കുന്നുണ്ട്, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രിഫറൻസ് ഷെയർസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. പ്രിഫറൻസ് ഷെയർസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഓരോന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ആദ്യം നമ്മൾ പറയുന്നതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ്. സോ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് പറയുമ്പോൾ cumulative preference shares are those shares, okay, അത് cumulative preference shares ആദ്യത്തെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് cumulative preference shares. So in case of cumulative preference shares, ഇപ്പം സേ ഫോർ cumulative preference sharesൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം 2017-18 പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് വരുന്നത് കൊടുത്തിട്ടില്ല, ഡിവിഡൻഡ് എന്നിട്ടില്ല, പെയ്ഡല്ല. അതെന്തായിട്ട് കിടക്കുകയാണ്, അരിയറായിട്ട് കിടക്കുകയാണ്, അത് കൊടുക്കാതെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് അരിയർ ക്യാൻ ബി ബ്രോട്ട് ഫോർവേഡ് ടു 2018-19. 2018-19 എന്ത് ചെയ്യാം, ഈ അരിയർ എന്ത് ചെയ്യാം, ബ്രോട്ട് ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് 2018-19 എന്ത് കൊടുക്കാം, 2017-18 പെൻഡിങ് കിടക്കുന്ന എമൗണ്ട് കൂടിയും 2018-19 വന്നിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് ആർക്ക് കൊടുക്കാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അങ്ങനെയുള്ള കാറ്റഗറി ആണെങ്കിൽ അവരെ പറയുന്നതാണ് ഇത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അതായത് പെൻഡിങ് വരുന്ന അരിയർ വരുന്ന ഡിവിഡൻഡുകളൊക്കെ എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ആ ഇയറിൽ എന്ത് ചെയ്യും, നമ്മൾ പേ ഓഫ് ചെയ്യും എന്നുള്ളതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഇനി അടുത്തൊരു ടൈപ്പാണ് നോൺ ക്യുമുലേറ്റീവ്. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ക്യുമുലേറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് 2017-18 നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവിഡൻഡ് അരിയറായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഡിവിഡൻഡ് അരിയർ ആണെങ്കിൽ ആ അരിയർ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നതല്ല, നെക്സ്റ്റ് ഇയറിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയോ ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് നോൺ ക്യുമുലേറ്റീവ് preference shares. Okay, then next one is participating preference shares. എന്താണ് participating preference shares? So participating preference shares എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലി നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഡിവിഡൻഡ് എന്തായിരിക്കും, അറ്റ് ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഓക്കെ, ഡിവിഡൻഡ് കൊടുക്കുന്നത് എപ്പോഴും എത്രയായിരിക്കും, ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും. അപ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ സർപ്ലസ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് സർപ്ലസ് പ്രോഫിറ്റ് ലെഫ്റ്റ് after paying a reasonable rate of dividend on equity share, ഇത് കൂടിയും അവൈലബിൾ ആണ്.
അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് എന്തെങ്കിലും സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ സർപ്ലസ് പ്രോഫിറ്റിനും ആർക്ക് അവകാശമുണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, അത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുണ്ട്. അതായത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് അറ്റ് ഫിക്സഡ് റേറ്റും പ്ലസ് ഏത് സർപ്ലസ് പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് എ റീസണബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തത്. ഏത്? റേറ്റ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഏതാണ്? നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അതായത് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഡു നോട്ട് ഗെറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്. ഏത്? നോ സർപ്ലസ് പ്രോഫിറ്റ്, ഓൺലി ഏത്? ഡിവിഡൻഡ് അറ്റ് ഫിക്സഡ് റേറ്റ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഏതാണ്? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ. സോ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം കമ്പനി എന്ത് ചെയ്യുന്നു? ഷെയർസ് ഇഷ്യൂ ചെയ്തു. പബ്ലിക് എന്ത് ചെയ്തു? അത് പർച്ചേസ് ചെയ്തു. അതായത് പബ്ലിക് എന്ത് ചെയ്തു? കമ്പനിയുടെ കയ്യിൽ നിന്ന് ഈ ഷെയർസ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. തിരിച്ച് കമ്പനിക്ക് എന്ത് കൊടുത്തു? കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ. കമ്പനി എന്ത് ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്തു. ആ ഷെയർ ഇഷ്യൂ ചെയ്തതിന് കമ്പനി എന്ത് ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്തത് പബ്ലിക് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. പബ്ലിക് തിരിച്ച് കൺസിഡറേഷൻ ആർക്ക് കൊടുക്കുകയും ചെയ്തു? കമ്പനിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി ഇങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ്, പ്രിഫറൻസ് ഷെയർസിനെ എന്ത് ചെയ്യാം? കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാം? തിരിച്ചു വിളിക്കാം. പ്രിഫറൻസ് ഷെയർസിന് എന്ത് ചെയ്യാം? തിരിച്ചു വിളിക്കാം. അതായത് കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനെ കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാം? ഒരു ഫിക്സഡ് പീരിയഡ് കഴിഞ്ഞതിന് ശേഷം ആ ഷെയർസിനെ ക്യാൻസൽ ചെയ്തിട്ട് കമ്പനിക്ക് തിരിച്ചു വിളിക്കാം. ഒന്നെങ്കിൽ ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡ്, അതല്ലെങ്കിൽ ഓർ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ കമ്പനി. ഒന്നുകിൽ കമ്പനിയുടെ സൗകര്യം അല്ലെങ്കിൽ ഓപ്ഷൻ കമ്പനിക്ക് തോന്നുകയാണ് തിരിച്ചു വിളിക്കുക എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തേ പറയും ഫോർ 5 years 5 വർഷം കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളത് റിഡീം ചെയ്യും എന്ന് പറയുന്നു. തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പുതിയ ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പോൾ അങ്ങനത്തെ ഷെയർസിനാണ് നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഏത്? ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഏതാണ്? ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. സോ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഡീമബിൾ അല്ല. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിഫറൻസ് ഷെയർസ് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല? തിരിച്ചു വിളിക്കുന്നതല്ല. റിഡംഷൻ അവൈലബിൾ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നത് അല്ല. അറ്റ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി, കാലാകാലത്തേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കമ്പനീസ് ആക്ട് 1996 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1/3/1997 പ്രകാരം ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. ദേ കനോട്ട് ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ഇർറിഡീമബിൾ. ഓക്കെ. അപ്പം കമ്പനീസിനൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ഏതാണ്? കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. So these shares, convertible preference shares സംബന്ധിച്ചിടത്തോളം these shares have the right, ഇവർക്ക് എന്തുണ്ട്? ഒരു റൈറ്റ് ഉണ്ട്. എന്തിനുള്ള റൈറ്റാണ് ഉള്ളത്? ഓഫ് കൺവേർട്ടിംഗ്
their preference share into equity share. അതായത് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ സമയത്തോളം ഇവരുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയറിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? അത് വിത്തിൻ എ സ്പെസിഫൈഡ് പീരിയഡ്, ഒരു സ്പെസിഫൈഡ് പീരിയഡിൽ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു എ സ്പെസിഫൈഡ് ഡേറ്റ്. എപ്പോൾ പറഞ്ഞിട്ടുള്ളത്? അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞത് പ്രകാരമുള്ള ഒരു ഡേറ്റ് പ്രകാരം ആ ഡേറ്റിന് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. എങ്ങോട്ടേക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നോൺ കൺവേർട്ടിബിൾ ഇക്വിറ്റി ഷെയർസ്, അതായത് നോൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്, അതായത് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഓപ്പോസിറ്റ് നോൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല, ദേ ഡസ് നോട്ട് ക്യാരി എനി റൈറ്റ് ടു കൺവേർട്ട് ദ പ്രിഫറൻസ് ഷെയർ ടു ഇക്വിറ്റി ഷെയർ. പ്രിഫറൻസ് ഷെയർസിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയുമാണ്. ഓക്കെ, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കുക, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, റിഡീമബിൾ, ഇറഡീമബിൾ, കൺവേർട്ടിബിൾ ആൻഡ് നോൺ കൺവേർട്ടിബിൾ. സോ ദിസ് ഈസ് ഫോർ ടുഡേയ്സ് ക്ലാസ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ്സസ് പറഞ്ഞത് തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ഓക്കെ.